ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊരു ഞണ്ട് കറി റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഒരു സവാള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. അപ്പോൾ ഇതൊക്കെയാണ് ആവശ്യം. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാവേ. സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കാണാവേ. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഞണ്ടെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാവേ. അപ്പോൾ ചെറിയ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം എന്തായാലും ക്ലീൻ ചെയ്തൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാമല്ലോ. കാരണം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ മീനെന്ന് പറയുന്നത് ഞണ്ടും നെത്തോലിയൊക്കെയാണല്ലേ. നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമേ. ഞാൻ ഒരെണ്ണം എന്തായാലും കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമ്മുടെ ഞണ്ടെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കറിയാക്കാം കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച് നമ്മളൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനൊക്കെ ചൂടായതിന് ശേഷം നമുക്കിതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമ്മളതിനകത്തോട്ട് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് കടുകൊക്കെ ചേർത്ത് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ട് വരുന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടിയാണ് നമ്മുടെ ഞണ്ട് കറിയിൽ മെയിനായിട്ട് വേണ്ടത് കേട്ടോ. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. കുറച്ച് ഞണ്ടല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൊടികളാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഒരു ഞണ്ടും കൂടെയൊക്കെ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മുടെ ഞണ്ടിൽ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ആവിയിലിരുന്ന് കുക്കാവട്ടെ. അപ്പോൾ ഏകദേശം ഒരു ആവിയിലിരുന്ന് ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നന്നായിട്ട് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പോൾ വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം. അപ്പോൾ എനിക്ക് അധികം ഗ്രേവി വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച്. അപ്പോൾ നമ്മുടെ ഞണ്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ വെള്ളം വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മുടെ ഞണ്ട് സെറ്റാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഞണ്ട് കറിയുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.